ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടക്കുഡുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് ഹോസ്പിറ്റൽ കേസിൻ്റെ വീഡിയോസ് ആട്ടാ. കൂടുതൽ ആൾക്കാരും തംബ്ലൈൻ കണ്ടിട്ട് വന്നതാപോലെ ഓപ്പറേഷൻ കഴിഞ്ഞു പറഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ, പക്ഷേ എൻ്റേതൊന്നുമല്ല, ഇക്കാൻ്റെ പല്ലിൻ്റെ ഓപ്പറേഷനാണ് കഴിഞ്ഞത്. അപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ഇട്ടിട്ട് അത് 7 ദിവസം കഴിയുമ്പോൾ വെട്ടാൻ വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടി പോവാട്ടോ. പല്ലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പറയാൻ കാരണം ഏറ്റവും അണക്കിലത്തെ പല്ലാണ് ഉണ്ടായിരുന്നത്. അത് സർജറി ചെയ്യാണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ തംബ്നെയിൽ ഇട്ടത് കേട്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവാട്ടോ, നൂല് വെട്ടാൻ വേണ്ടിയിട്ട് കാലത്ത് തന്നെ നേരത്തെ എഴുന്നേറ്റിട്ട് പോവുകയാണ്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ കേട്ടോ. എനിക്കിന്ന് ചെക്കപ്പും സ്കാനിങ്ങും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇക്കൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഇന്ന് ചെയ്യാൻ തന്നെ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ലീവ് എടുത്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെയാണ് പണിയുള്ളൂ. അപ്പോൾ ഉള്ള പണി കളയണ്ടാച്ചിട്ട് പണിയില്ലാത്ത സമയം നോക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ബുക്ക് ചെയ്ത് പോകണത് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് തന്നെ നല്ല ഭംഗിയുള്ള പാടങ്ങളും അതുപോലെ ചിറകളും തോടുകളും ഒക്കെ കാണാണ്ടിട്ട്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ അതാണ് ഞാൻ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. തൃശ്ശൂർ എത്തണമായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആട്ടോ എത്തിക്കേണ്ടത്. ഡെൻ്റലിൻ്റെ മാത്രമായിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൈസ കുറവാകും. പല്ലെടുക്കാനും തുന്നൽ വെട്ടാനും കാര്യങ്ങൾക്കൊന്നും പൈസ അധികം വരില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പല്ലെടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. കുറേ ദൂരമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നാലും. ദൂരമായാലും കുഴപ്പമില്ല, നമുക്ക് പല്ല് പറിക്കാൻ അധികം പൈസ വേണ്ടല്ലോ വെച്ചിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഫുള്ള് പല്ല് പറിക്കുന്ന ആൾക്കാരും പല്ലിന് നമുക്ക് കമ്പി ഇടാനില്ലേ അങ്ങനത്തെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പല്ല് റൂട്ട് കനാലും ചെയ്യാനും അങ്ങനത്തെ കുറേ ആവശ്യങ്ങൾക്കായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാവും. ഇത്രയും നേരത്തെ വന്നിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പല്ലിനെ പറ്റിയിട്ട് തന്നെ ഓരോ ഘട്ടങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പല്ലിന് എങ്ങനെയൊക്കെയാണ് കേടൊക്കെ വരിക, അതുപോലെ കേടായ പല്ല് എങ്ങനെയാണ് റൂട്ട് കനാലും ചെയ്യുക, അങ്ങനെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ചാൽ കുട്ടികളെ പിന്നാലെ എപ്പോഴും ഓടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിച്ചൂസ് എങ്ങടേലും ഓടുമ്പോൾ അതിൻ്റെ പിന്നാലെ തക്കുട് ചെന്നിട്ടാട്ടോ റിച്ചുവിനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ നിൽക്കാൻ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ക്യാൻറ്റീനിൽ വന്നേക്കാണ് കേട്ടോ. പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അധികം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിള്ളേർക്ക് ഓരോ ഗ്ലാസ് പാലും വെള്ളം അതുപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നെ കുറച്ച് നേരം സമാധാനമായിട്ട് അവരിരുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും വിശന്നിട്ട്. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവർ ഹാപ്പി ആയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇക്കാനൊന്ന് ചെന്ന് നോക്കാം, ഇക്കാൻ്റെ കഴിഞ്ഞോ നോക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നപ്പോൾ ഇക്കാൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് കയറുന്ന വഴിക്കന്നെ ഇത് എന്താ സംഭവം എനിക്കറിയില്ല, ക്യാമറ പോലെ നമ്മളെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മുഖം തന്നെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ മുഖത്ത് ഉള്ള മാറ്റങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങിയിട്ട് പിന്നെ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ തക്കുടൂനൊക്കെ ഒരു നിർബന്ധം ഫോട്ടോ എടുക്കണം അവരെൻ്റെന്ന്. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അവരെ നിർത്തിയേക്കാണ് കേട്ടോ. ഇവിടെ ശരിക്കും നമുക്ക് ബുക്കുകളൊക്കെ കുറേ വെച്ചിട്ടുണ്ടാവും നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേഷൻ വന്നപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാൻ്റെ പല്ലിൻ്റെ സ്റ്റിച്ചൊക്കെ എടുക്കൽ കഴിഞ്ഞു. കുറേ ടൈമായത് എന്താ ഞാൻ ചോദിച്ചോട്ടെ ഇക്കാട്. അപ്പോൾ ഇക്കാ പറഞ്ഞു അവിടെ പഠിക്കണ പിള്ളേർ കുറേ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് പല്ല് സ്റ്റിച്ച് എടുക്കുക, ഇപ്പുറത്തെ ഭാഗത്താണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി കാട്ടി കൊടുക്കാൻ നിന്നുകൊണ്ടാണ് ഇത്രയ്ക്ക് നേരം വൈകിയെന്ന് പറഞ്ഞു കേട്ടോ. അത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴ കേട്ടോ. ഇടിവെട്ടുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ ആയിരുന്നു ഫുള്ള് കറണ്ട് പോയത്. എല്ലാ വശത്തും ഫുള്ള് മരങ്ങളായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും വീണിട്ട് കുറേ ഭാഗങ്ങളിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തന്നെ 100ഓളം പോസ്റ്റുകൾ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൻ നാശനഷ്ടമായിട്ടാണ് ഉണ്ടായത്. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ഒന്ന് ചെറുതായി ഒതുങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഏത് വഴി കൂടെ പോയാലും അവിടെ ഒക്കെ മരങ്ങൾ വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പോലെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, ഇന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത മാസമാണ് കാണിക്കാൻ പറ്റൂ, കാരണം ഇക്കാക്ക് ഇനി പണി നാളെ ഉണ്ട്. അപ്പോൾ നാളെ പണിക്ക് പോയാൽ പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റില്ല. ഇന്നാച്ചും ബുക്ക് ചെയ്യും ചെയ്തു കേട്ടോ, സ്കാനിങ്ങിനും ഡോക്ടറെ കാണിക്കാനൊക്കെ. അപ്പോൾ പോണ വഴിക്ക് റോഡുകളിലൊക്കെ ഫുള്ള് ഇങ്ങനെ ചമ്മല വീണ് കിടക്കുക കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇലകളൊക്കെ വീണ് കിടക്കുക, പക്ഷെ ഭയങ്കര സ്ലിപ്പാവുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പോകുമ്പോൾ ഫുൾ ഇലകളായിട്ട്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ അതേ ഫുള്ള് ലൈൻ കമ്മീൻ്റെ മുകളിലേക്ക് മരങ്ങളൊക്കെ വീണ് കിടക്കുക കേട്ടോ. നമുക്ക് എർത്തടിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ ഏതൊക്കെയോ ഉടുവഴിക്കോടൊക്കെ വണ്ടി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ വഴിയോടെ ഒന്നും കടക്കാൻ പറ്റാണ്ട് ആണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടാണ്.
അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടോക്കൺ കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ ഫയൽ തരും. അപ്പോൾ ഫയലായിട്ട് നമ്മൾ മുകളിലത്തെ വശത്ത് പോയിരുന്നിട്ട് സ്കാൻ ചെയ്യണം. സ്കാനിങ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ വരിക 4:30 ആകുമ്പോഴാട്ടോ. സ്കാനിങ് ഉണ്ടായിരുന്നത് 1:30-ക്കാണ്, ഡോക്ടർ വന്നത് 4:30-ക്കാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡായിട്ടാണ്. കാലത്ത് തന്നെ നിൽക്കാൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടും പിന്നെ എനിക്കും ഹോസ്പിറ്റലിൽ വന്നിട്ടൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഫുള്ള് ടയേർഡായിട്ടാണ്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ പുതിയതായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ, ആയുർവേദിക്കിൻ്റെ കുറച്ച് മരുന്നുകളും ചികിത്സകളൊക്കെ ആയിട്ട്. അപ്പം നല്ല തൈലത്തിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടാണ് തൈലത്തിൻ്റെ ഒക്കെ മണം, പിന്നെ കർപ്പൂരത്തിൻ്റെ മണം അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അത് സ്കാനിങ്ങിന് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും. അപ്പം ഇതൊക്കെ അവർ കാണാണ്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞപ്പോഴും പുറത്ത് വീണ്ടും മഴ തുടങ്ങിയിരിക്കണു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കുകയെന്ന്. അങ്ങനെ എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഞാനൊരു പഴംപൊരി കഴിച്ചു. എനിക്ക് അധികം ചോറ് കഴിക്കാൻ പറ്റണല്ലേ, ഇപ്പോൾ ഭയങ്കര ഛർദിയാണ് ചോറ് കഴിക്കുമ്പോൾ. അപ്പോൾ ചായ ഒക്കെ കുടിക്കാനേ പറ്റണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചായയും കുടിച്ചു, കുറച്ച് കടികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.